ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ ചെയ്ത് വെച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ നമ്മുടെ നീലിമയുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് സച്ചി. അങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ കിട്ടി. രേവതി വിശ്വസിക്കണമെങ്കിൽ ഒരു ഫോട്ടോ വേണം മേഡത്തിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, എൻ്റെ ഭാര്യ ഈ കണ്ണട വെച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഞാൻ മേഡത്തിന് തരാട്ടോ, താങ്ക് യു മേഡം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ കിട്ടിയല്ലോ. അങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീനെയാണ്. സുധിയാണെങ്കിൽ ബംഗ്ലാവിന്റെ മുമ്പിൽ കൂടെ വലിയൊരു കോട്ടൊക്കെ ഇട്ട് നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി വരിക. ശ്രുതി വന്നിട്ട്, ആഹാ ഇതെന്തു പറ്റി ശ്രുതി, ഡ്രസ് കോഡൊക്കെ മാറ്റിയോ? പിന്നെ മാറ്റാതെ, ഇപ്പൊ ഞാൻ കോടികൾ വില മതിക്കുന്ന ഈ വില്ലയുടെ ഓണർ അല്ലേ, അപ്പൊ സിമ്പിൾ ഡ്രസ് ഇടാൻ പറ്റുമോ? ദേ ഇതുപോലെ ഒരെണ്ണം നീയും മേടിച്ചിടണം. ഞാനോ? എന്റെ പൊന്നു ശ്രുതി പോന്ന്. അല്ല ഇപ്പോഴേ നമ്മൾ ആകെ മാറിയല്ലേ ശ്രുതി? അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മൾ മാറണമല്ലോ. എത്രയും പെട്ടെന്ന് ലോൺ പാസ്സാക്കിയെടുത്ത് ക്യാഷ് സംഘടിപ്പിച്ച് നമുക്കിത് എന്റെ പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്യണം. അത് ഉടനെ നടക്കും ശ്രുതി, ഉറപ്പാ എന്നൊക്കെ പറയാം. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ഓണടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി, ഇതാരാ വരുന്നത്? സബ് ഡീലർഷിപ്പിന് വേണ്ടി എന്റെ കാല് പിടിക്കാനായി ആരെങ്കിലും വരുന്നതായിരിക്കും ശ്രുതി. അല്ല ശ്രുതി, ആ വരട്ടെ വരട്ടെ, എന്നെ തേടി ഇവിടെ ആളുകളൊക്കെ വരുന്നത് ഇവിടെ എല്ലാവരും കാണട്ടെ, നീ പോയി എല്ലാവരെയും വിളിക്കുക. അച്ഛാ അമ്മേ എന്ന് പറഞ്ഞ് കേട്ട മതി കേൾക്കാത്ത മതി നമ്മുടെ ശ്രുതി പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വണ്ടി എത്തി കേട്ടോ. പക്ഷേ നമ്മുടെ സച്ചി അല്ലാട്ടോ വരുന്നത്. സച്ചി അവിടെ ഉണ്ടായിരുന്നത്, എനിക്ക് മാറിപ്പോയതാണ്. സച്ചി അകത്ത് ഉണ്ടായിരുന്നു, സച്ചി അല്ല വരുന്നത്. ഈ സമയത്ത് ശ്രീകാന്തിനെയും വർഷേനെയും സച്ചിനെയും രേവതിനെയും അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ച് നമ്മുടെ ശ്രുതി അവിടെ ഉമ്മറത്ത് വരുത്തുകയാണ്. അതായത് മുറ്റത്തല്ല തിണ്ണയിലെ വിളിച്ച് വരുത്തുകയാണ്. അപ്പൊ ഏതോ ഒരു സബ് ഡീലേഴ്സ് ആണ് വരുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി പൈസ തടയുന്ന കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരെയും വിളിച്ച് വരുത്തുക. ശ്രുതിയും പറഞ്ഞല്ലോ എല്ലാവരെയും പോയി വിളിക്കാനും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ വന്ന് ഇറങ്ങി കേട്ടോ. ആരാണെന്ന് മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇതേ എന്റെ ഡീലർഷിപ്പിന് വേണ്ടിയിട്ട് ഈ സുധി സാറിനെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാ അത്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ, അതെ 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 എന്റെ മോനെ കാണാൻ വേണ്ടി വരുന്നതാണ്. അപ്പോഴത്തേക്കും അവര് അയാൾ പതുക്കെ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ അയാൾ കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ സുധി ഇറങ്ങി അങ്ങോട്ട് ചെന്നു. അപ്പോഴത്തേക്ക് സുധിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? മുമ്പേ കണ്ട് ഇഷ്ടമായതുകൊണ്ടല്ലേ ഞങ്ങൾ ഇതങ്ങ് മേടിച്ചത്. അല്ല നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ? അല്ല എന്തിന്? ആ നിങ്ങൾ ഈ സബ് ഡീലർഷിപ്പിന് വേണ്ടി വന്നതല്ലേ? എന്ത് സബ് ഡീലർഷിപ്പ്? ഞാനേ സുധിയെ കാണാൻ വേണ്ടി വന്നൊന്നുമല്ല. പിന്നെ ആരെ കാണാൻ വേണ്ടി വന്നതാ? സുധിയെ ഇവിടുന്ന് പുറത്താക്കാൻ വന്നതാ. പുറത്താക്കാനോ? എന്തിനാ എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ വീട്ടുകാരെ വിളിച്ചു പറയുന്നത്? എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ? ഞാൻ സമ്മതിക്കത്തില്ല. എടോ ഇത് ഞാൻ മേടിച്ച വീടാണ്, എന്റെ വീട്. ഇവിടെ നിന്ന് പുറത്താക്കാൻ എന്ത് അധികാരം എന്ത് അവകാശമാണോ ഉള്ളത്? അയ്യോ അതെ, ഇത് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് ഈ വീട് മേടിച്ചത്? അത് ഈ വീടിന്റെ ഓണറിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ വീട് മേടിച്ചത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, അല്ല പിന്നെ ആരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്? ഇത് എന്തൊരു ചോദ്യമാ? അല്ല ഏത് ഓണർ? എന്താ അയാളുടെ പേര്? അല്ല ഇതെന്തിനാ നിങ്ങൾ അറിയുന്നതെന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുക. അപ്പൊ ശ്രുതി പറഞ്ഞു, ഞാൻ പറയാം. ഓണറുടെ പേര് വിശ്വനാഥൻ എന്നാ. ദുബായിൽ വലിയൊരു ബിസിനസ്സുകാരനാണ്. എടോ അവൻ ഈ വീടിന്റെ ഓണർ അല്ല, അവന് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവനാ. വാടകയ്ക്ക് താമസിക്കുന്നവനോ? നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ തലയെ കൈവയ്ക്കുന്നു. ചന്ദ്രയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നു. ശ്രുതിയും ഞെട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഞെട്ടുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് വെപ്രാളം കയറിട്ട്, നിങ്ങൾക്ക് എന്റെ തലയ്ക്ക് വെളിവില്ലേ? നിങ്ങൾ എന്തൊക്കെ പിച്ചുമ്പയെ വിളിച്ച് പറയുന്നത് വന്നപ്പോ മുതല്? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീ പെട്ടെന്ന് വിശ്വനാഥ സാറിനെ വിളിക്കടാ. ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് വിശ്വനാഥ സാറിനെ വിളിച്ചു. അപ്പോഴത്തേക്കും ആണെങ്കിൽ വിശ്വനാഥ സാർ ഫോൺ എടുക്കുവോ? അതുമില്ല. അപ്പോഴത്തേക്ക് ഫോൺ എടുക്കാതെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും ആകപ്പാടെ ടെൻഷനായി. രവീന്ദ്രൻ ചോദിച്ചു, സച്ചി ഇപ്പൊ എന്താ ചെയ്യുക? ആ ഒരു വെപ്രാളത്തിൽ പോവാണ് കേട്ടോ എല്ലാവരും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഫോണേ സ്വിച്ച് ഓഫ് ആണ്. ചന്ദ്ര ചങ്കത്ത് കൈവച്ചു, എന്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും എന്റെ ഈശ്വരാന്ന്. അപ്പോഴത്തേക്കാണ് അയാൾ പറഞ്ഞത്, ഈ വീടിന്റെ ഓണറേ വിശ്വനാഥനൊന്നും അല്ല, ഞാനാണ്. സത്യമായിട്ടും നിങ്ങൾ തന്നെയാണോ ഈ വീടിന്റെ ഓണർ? അപ്പം ഈ വീട് വിറ്റ ആള് അയാളെ ഇവിടെ വാടകയ്ക്ക് താമസിച്ച ആളാ. നിങ്ങള് ഇവിടെ കുറച്ചു പേര് താമസിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാ. ആ വിശ്വനാഥൻ നിങ്ങളെ പറ്റിച്ചു.
അയ്യോ എന്റെ പൈസ, എന്റെ 35 ലക്ഷം രൂപ, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് നമ്മുടെ സൂതി അങ്ങോട്ട് തുടങ്ങിയില്ല. ചന്ദ്രയാണെങ്കിൽ എന്റെ ദൈവമേ ഞാൻ എന്താ ഈ കേൾക്കുന്നത്. അപ്പോഴത്തേക്കും വർഷ, ഓ മൈ ഗോഡ്, അപ്പം സുധിയേട്ടനെ അദ്ദേഹം ചീറ്റ് ചെയ്യുമായിരുന്നല്ലേ, അപ്പൊ ഇത് അയാളുടെ വീടല്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ മൊത്തത്തിൽ ആകെപ്പാടെ കൺഫ്യൂഷൻ. അങ്ങനെ ശ്രീകാന്ത് ചോദിച്ചു, സുധിയേട്ടൻ അയാളെ കുറിച്ച് അന്വേഷിച്ചില്ലായിരുന്നോ? ആര് എന്താ എന്നും അന്വേഷിക്കാതെ ക്യാഷ് എണ്ണി കൊടുക്കാൻ ബുദ്ധി ഇല്ലോടെ തനിക്കുന്ന ആ വീട്ടിലെ ഓണർ പറഞ്ഞപ്പോ, അത് പിന്നെ സാറേ ഞാൻ അറിയാതെ. എന്താ എല്ലാരും കൂടെ നോക്കി നിൽക്കുന്നത്, സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കാനും. ചന്ദ്രയാണെങ്കിൽ എന്റെ ഒരു പൊന്നു രവിയേട്ട എന്ത് ചെയ്യും, അയ്യോ എന്റെ മോന്റെ ബംഗ്ലാവ്. അപ്പോഴത്തേക്കും രേവതി, അയ്യോ സച്ചേട്ടാ അപ്പൊ 30 ലക്ഷം രൂപയോ? ആ 30 ലക്ഷം രൂപ വെള്ളത്തിൽ വരച്ച വരയായിന്ന്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി എന്താടാ ചെയ്യുന്നത്? അപ്പൊ സച്ചി പറഞ്ഞു, സാറേ എന്താ സംഭവിച്ചെന്ന് ഇപ്പഴാ മനസ്സിലായത്. നിങ്ങളുടെ വീട്ടില് വാടകയ്ക്ക് നിന്നവൻ ഇത് സ്വന്തം വീടാന്ന് പറഞ്ഞ് വിൽക്കാൻ നോക്കി, പക്ഷെ ഇവന്റെ ഇത് 30 ലക്ഷം രൂപ മേടിച്ച് കടന്നു കളഞ്ഞു. അതെ അതെ, താൻ പറഞ്ഞ ശരിയാ. എത്ര അഡ്വാൻസ് മേടിച്ചതെന്നൊന്നും എനിക്കറിയില്ല, അവൻ കടന്നു കളഞ്ഞെന്ന് എനിക്കറിയാന്ന്. അയ്യോ ചങ്ക് തകർന്നില്ല, ഇനി ഇതിൽ കൂടുതൽ ചങ്ക് തകരാനുണ്ടോ? വെറുതെ കിട്ടുമോ 30-35 ലക്ഷം രൂപ? അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അയ്യോ ശ്രുതി നമ്മള് ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി തല കറങ്ങി അങ്ങ് വീടാണ് കേട്ടോ. തല കറങ്ങി പോയി. എങ്ങനെ തല കറങ്ങാതിരിക്കും? 35 ലക്ഷം രൂപയല്ലേ ഒറ്റയടിക്ക് പോയത്. അങ്ങനെ ശ്രുതിയുടെ ബോധം ആദ്യം പോയി. ഇനി എപ്പോഴാണോ ശ്രുതിക്ക് ബോധം പോവാന്ന് അറിയത്തില്ല. പിന്നെ ശ്രുതിക്ക് ബോധം പോകാനൊന്നും ഇല്ലല്ലോ, ശ്രുതിക്ക് ബോധം ഉണ്ടല്ലേ ബോധം പോകത്തുള്ളൂ. ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇതൊക്കെ? വല്ലാത്തൊരവസ്ഥയായി പോയിട്ടോ. ചന്ദ്ര ചങ്കത്തടിച്ച് കരയാൻ തുടങ്ങിയില്ല. എന്റെ ദൈവമേ, എന്റെ മക്കൾ ഇത് എങ്ങനെ സഹിക്കും? അയ്യോ എന്റെ പൈസയെ, എന്റെ മോന്റെ പൈസയെ, അതേ ഇതേ മറ്റതേ മറിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓണർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ പോകാൻ നോക്ക്, ഇത് എന്റെ വീടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെന്റ്സ് അവരുണ്ടാക്കി നിങ്ങൾക്ക് തന്നത്, അവർ വെറും ഫ്രോഡാ, നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. താൻ പഠിച്ചിട്ടില്ലേടോ, പിന്നെ എന്താടോ താൻ ശ്രദ്ധിക്കാതിരുന്നത്? കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങാൻ നോക്കി. എന്റെ വീട്ടിൽ ഇങ്ങനെ അധികം നേരം ആരെയും നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇറങ്ങാൻ പറഞ്ഞപ്പോ, അയ്യോ എന്റെ 30 ലക്ഷം രൂപ സാറേ, അയ്യോ അതെങ്ങനെ ഇറങ്ങാൻ പറ്റും സാറേ? 30 ലക്ഷം രൂപ ഞാൻ എണ്ണി കൊടുത്തല്ലേ. താൻ എന്നോട് ചോദിച്ചിട്ടാണോ എണ്ണി കൊടുത്തത് 30 ലക്ഷം രൂപ? പെട്ടെന്ന് പോയേ, ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ഓണർ. ആകപ്പാടെ പ്രശ്നമായില്ലേ. രേവതി സഹിതം അന്നം വിട്ട് കുന്തം പോലെ നിൽക്കുക. ലാസ്റ്റ് നമ്മുടെ സച്ചി പറഞ്ഞു, ക്യാഷ് കൊടുത്തതല്ലേ സാറേ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമോ? അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, സുധിയേട്ടന്റെ ക്യാഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ എങ്ങനെ പോകും സാറേ? അപ്പൊ ചന്ദ്ര, 1-2 അല്ല 30 ലക്ഷം രൂപ എന്റെ പൊന്നു സാറേ പോയത്. എന്റെ മോൻ ഒരു വലിയ വീട് മേടിച്ച സന്തോഷത്തിലായിരുന്നു ഞാൻ. നിങ്ങൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഇവരുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് അയാൾക്കും സത്യം പറഞ്ഞു വെച്ചാൽ പാവമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മകൻ ഒരു മരമണ്ടനായി പോയി. ഇതുപോലൊരു മകനെ നിങ്ങൾ പ്രസവിച്ചല്ലോ. ഇവനെന്താ വെളിവില്ലേ, വെള്ളിയാഴ്ചയില്ലേ, പഠിപ്പില്ലേ, വിവരമില്ലേ? ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ എടുത്തു ചാടി ഇങ്ങനെയൊക്കെ പൈസ കൊടുക്കാന്നുള്ളത്? എനിക്കതൊന്നും അറിയണ്ട. നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സാറേ അവൻ ഭയങ്കരമായിട്ട് ആശിച്ച് മേടിച്ച വീട്, അവനാ ക്യാഷെങ്കിലും കിട്ടാതെ എങ്ങനെയാ ഇറങ്ങുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനല്ല സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാം, ബാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓണർ പറഞ്ഞു, അതെ ഞങ്ങൾ ആദ്യം തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു, നിങ്ങൾ ഇറങ്ങൂലത് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഇപ്പൊ തന്നെ പോലീസ് എത്തുന്നു. ആകെപ്പാടെ തീർന്നില്ലേ. എന്ത് ചെയ്യാനാണ്? നമ്മുടെ ശ്രുതിയും ആശിച്ചു മോഹിച്ചൊരു വലിയ ബംഗ്ലാവ് മേടിച്ചു, ദാ കിടക്കണ്, എല്ലാം വെള്ളത്തിലായി, വെള്ളത്തിൽ വരച്ച വര പോലെയായി. പോലീസും ആ സമയം തന്നെ എത്തുകയാണ്. പോലീസ് വണ്ടി കണ്ടതും ശ്രുതി പേടിച്ചു പോയില്ലേ. അയ്യോ ശ്രുതി, പോലീസ് വണ്ടി വരുന്നു, അയ്യോ അച്ഛ പോലീസ് വണ്ടി വരുന്നു, എനിക്ക് പേടിയാവുന്നേ, അയ്യോ എനിക്ക് പേടിയാവുന്നേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കിടന്ന് കാറാനും തുടങ്ങി. പോലീസ് വന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ പോലീസുകാർ വന്നിട്ട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം, ഇറങ്ങിയില്ലെങ്കിൽ ശരിയാകത്തില്ല. അങ്ങനെ വലുതായിട്ട് കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവനൊരു വെറും ഫ്രോഡ് തന്നെയാണ്. ആ വിശ്വനാഥൻ എന്ന് പറയുന്ന ആ പുള്ളിക്കാരന്, വിശ്വനാഥൻ എന്നൊന്നും അല്ല അയാളുടെ പേര്, അതൊക്കെ നിങ്ങളോട് വെറുതെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചതാണ്. അയാളുടെ സ്ഥിരം പരിപാടിയായത്. അയാൾക്ക് എല്ലാ വീടുകളിലും ഇങ്ങനെ റെന്റിന് പോയി താമസിച്ചിട്ട് അയാൾ എന്താ ചെയ്യുന്നത്, ലാസ്റ്റ് അത് വേറെ ആർക്കെങ്കിലും വിൽക്കും, അഡ്വാൻസ് മേടിക്കും, മുങ്ങും. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം, അവരുടെ പരിപാടി. ഇതവരുടെ ഒരു ഇത് തന്നെ, ഒരു മാഫിയ തന്നെയാണ്. കുറെ പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആകപ്പാടെ തകർന്നു. ആ പോലീസുകാരും കൂടെ അല്ലേ പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്റെ പൊന്നു സാറേ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരുമോ? എന്ത് പരിഹാരം കണ്ടെത്താനാ? ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു പ്രതി, അവന് ഇതുവരെ അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല, അവൻ പിടികിട്ട പുള്ളിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, എന്താടാ ശ്രുതി കാണിച്ചത്? ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ് നീ അവനെ കുറിച്ച് അന്വേഷിക്കണ്ടായിരുന്നോ? അവരിവിടുന്ന് പോയപ്പോ ഞാൻ നിന്നോട് സംശയം പറഞ്ഞതല്ലേ, അപ്പം എന്നെ വിടുവായിരുന്നെങ്കിൽ ഞാൻ അവനെ പിടിക്കില്ലായിരുന്നോ?
എന്റെ പൊന്നോ സുധി, നീ എന്ത് പണിയാ കാണിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തും ചോദിക്കുവാണെ, വെറും മണ്ടത്തരമായി പോയല്ലോ. അത് പിന്നെ ഞാൻ ഡോക്യുമെന്റ്സ് ഒക്കെ നന്നായിട്ട് നോക്കിയതാ സാറേ എന്ന് പറഞ്ഞപ്പോ ഇതും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ മര്യാദയ്ക്ക് ഇറങ്ങാൻ നോക്കുക എന്നിങ്ങനെ പോലീസുകാരും പറയും. അങ്ങനെ പോലീസുകാർ ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ ക്യാഷ് കിട്ടാതെ ഞങ്ങൾ എങ്ങനെയാ സാറേ പോകുന്നത്? ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇദ്ദേഹത്തിന്റെ വീടല്ലേ, നിങ്ങൾ അതൊന്ന് ആലോചിക്ക്. ഞങ്ങൾ പോലീസുകാർ, ഇദ്ദേഹം പരാതി തന്നിട്ട് വന്നതാ, ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? മണ്ടത്തരം ആയി പോയില്ലേ? പിന്നെ നിങ്ങളൊരു പരാതി ഇതാ ഒരു കംപ്ലൈന്റ് എഴുതി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അവനെ കുറിച്ച് വിവരം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. ഇപ്പൊ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അയ്യോ സാറേ, അപ്പൊ എന്റെ ക്യാഷ്? ക്യാഷ് ഒക്കെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ആകെപ്പാടെ മൊത്തം ഫാമിലി മൊത്തം പ്രശ്നമായി. അങ്ങനെ നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു, ഇവര് പറയുന്നത് ന്യായമോ, വേറെ വഴിയില്ലല്ലോ നമുക്ക്, അപ്പൊ നമുക്ക് ഇറങ്ങിക്കൊടുക്കാം. അങ്ങനെ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്ന് ശ്രുതിയാണെ ഭയങ്കര കരച്ചിൽ കേട്ടോ, കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ചന്ദ്ര അതിലും വലിയ കരച്ചിൽ, എന്റെ ദൈവമേ നീ ഞങ്ങളെ കൈവിട്ടല്ലോ, എന്റെ ഈശ്വര ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്, എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? ഭയങ്കരമായിട്ട് ചങ്ക് പൊട്ടി ചന്ദ്ര കരയുക. ശ്രുതിക്ക് കരയാൻ കണ്ണീര് പോലും ഇല്ലാത്ത കുറച്ച് നേരം നമുക്കിത് കണ്ടോണ്ടിരിക്കുമ്പോ പാവം തോന്നും കേട്ടോ, അവരുടെ ആ ഒരു അവസ്ഥയും ആ ഒരു ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും. കാരണം ആശിച്ച് മോഹിച്ച് എന്തൊക്കെ പറഞ്ഞാലും ദുഷ്ടനൊക്കെയാണ്, സെൽഫിഷ് ആണ്, എന്നാലും ആശിച്ച് മോഹിച്ച് മേടിച്ച് സാധനം പോവുക, ഒരു 30 ലക്ഷം രൂപ വെള്ളത്തിൽ വരച്ച വരയായി പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി പോവുക, പാക്ക് ചെയ്ത് ഇറങ്ങാനായിട്ട്. ഈ സമയത്ത് ഒറിജിനൽ ഓണർ പോലീസുകാരനോട് പറയാണ്, താങ്ക്സ് സാറേ, ഏതായാലും വിശ്വനാഥന്റെ പരിചയക്കാരാണ് ഇവരെന്ന് വിചാരിച്ചത്, പിന്നെയല്ലേ മനസ്സിലായത് പരിചയക്കാരല്ല, അവൻ പറ്റിക്കുകയാണെന്ന്. ഏതായാലും താങ്ക്സ് സാറേ, ഇവരെ ഇറക്കി വിടാൻ സഹായിച്ചല്ലോ നിങ്ങൾ, അതിന് താങ്ക്സ് സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെറും മണ്ടനായി പോയല്ലോ അയാള് എന്നും പറഞ്ഞ് പോലീസുകാർ ഇങ്ങനെ സുധീനെ പറയാണ്. സുധീ ഇത് ചെവിയും കൊണ്ട് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നിൽക്കാന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ നമ്മുടെ സുധിയുടെ നൈറ്റ് ഡ്രസ് ഒക്കെ അവിടെ തന്നെ വലിച്ചു ഊരി, ആ കോട്ടൊക്കെ അവിടെ തന്നെ ഇടുകയാണ് കേട്ടോ. അവിടെ തന്നെ ഇട്ട് ഏതായാലും എല്ലാവരും തിരിച്ച് നമ്മുടെ ചന്ദ്രോദയത്തിലെത്തി. രവീന്ദ്രനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സുധി ഒരു മൂലക്കിരിക്കുന്നു, ശ്രുതി ഒരു മൂലക്കിരിക്കുന്നു, ചന്ദ്രയാണെങ്കിൽ ഒരു മൂലക്കിരിക്കുന്നു, വർഷയും ശ്രീകാന്ത് ഒരു മൂലക്കിരിക്കുന്നു, രേവതി ഒരു മൂലക്കിരിക്കുന്നു. അപ്പോഴത്തേക്ക് സച്ചി പറയോ, കണ്ടില്ലേ ഇരിപ്പ്, എല്ലാം തൊലച്ചിട്ട് വന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ്, ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ വീട്ടിൽ ഇത്രയും സംഭവങ്ങൾ ആദ്യമായിട്ടാണോ നടക്കുന്നത്? അല്ലല്ലോ, സ്ഥിരമുള്ള പരിപാടിയല്ലേ. ഒന്നെങ്കിൽ ഇവൻ നമ്മുടെ കയ്യിലെ പണം എടുത്തോണ്ട് വരും, അല്ലെങ്കിൽ ഇവന്റെ കയ്യിലെ പണം എടുത്തോണ്ട് വേറെ ആരെങ്കിലും ഓടും. ഇതല്ലേ ഇത്രയും കാലം നടന്നത്, അത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഒരു മാറ്റവും ഇല്ല. പറഞ്ഞാ കേൾക്കണം, പറഞ്ഞാലൊട്ട് കേൾക്കത്തുമില്ല. ചേട്ടനാണ് ഒരു ചേട്ടൻ. ഇങ്ങനെ ഇരുന്നിട്ട് മരമണ്ട വല്ല കാര്യമുണ്ടോ? നഷ്ടപ്പെട്ട ക്യാഷ് എങ്ങനെ തിരിച്ചു മേടിക്കാൻ പറ്റും നോക്ക്, അതിനുള്ള വഴി ആലോചിക്കുക. അത് പിന്നെ ഇതെന്റെ വിഷയമാ, ഇതില് മറ്റാരും കയറി ഇടപെടണ്ടെന്ന്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എന്നാടാ നീ പറഞ്ഞതാ, ഇത് നിന്റെ വിഷയോ? കൊള്ളാലോടാ, ഇത് കുടുംബത്തിലുള്ള എല്ലാരും വിളിച്ചോണ്ട് പോയി അപമാനിച്ചില്ലേ നീ? പോലീസ് വന്ന് എല്ലാവരും ഇറക്കി വിട്ടില്ലേ? എന്നിട്ട് സ്വന്തം വിഷയമായിട്ട് അടിച്ച് നിന്റെ കോർണക്കുറ്റി പൊട്ടിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ കൈ പൊക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അങ്കിളെ വേണ്ടാന്ന് പറഞ്ഞു. കെട്ടിയോനെ തല്ലുന്ന ആർക്കെങ്കിലും സഹിക്കുവോ? പ്രത്യേകിച്ച് അച്ഛൻ കെട്ടിയോനെ തല്ലാതെ കണ്ടോണ്ട് നിൽക്കാന്ന് പറഞ്ഞ ശ്രുതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. രവീന്ദ്രനും എന്തോ പോലെ പോയി. രവീന്ദ്രൻ കൈ അങ്ങ് താത്തിയിട്ടിട്ട്, എടാ എടുത്തെടുത്ത് ചോദിച്ചല്ലോടാ, ഇപ്പം വീട് മേടിക്കണോ, അതിന്റെ ആവശ്യമുണ്ടോ, ഒന്നുകൂടെ ആലോചിക്കുന്ന കത്ത് നീ കേട്ടോടാ, എടുത്ത് ചാടി ഓരോന്നും ഉണ്ടാക്കിയതല്ലടാ. ആ സച്ചി പറഞ്ഞതല്ലടാ അയാൾക്ക് എന്തോ കള്ള ലക്ഷണം ഉണ്ടെന്ന്. എന്തായിരുന്നു എന്റെ ഭാര്യയുടെ അമ്മയുടെ ഒക്കെ നെകളിപ്പം. 3 കോടിയുടെ വീട് മേടിക്കാനുള്ള ശേഷി ഇവനുണ്ടോന്ന് ഞാൻ ചന്ദ്രൻ നിന്നോട് ചോദിച്ചതാ. കണ്ടവന്റെ കയ്യിലെ ക്യാഷും ബാങ്കും ഒക്കെ കണ്ടിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ നീ? മനുഷ്യൻ ആഗ്രഹിക്കാം, പക്ഷെ അത്യാഗ്രഹം പാടില്ല. വിവരം ഇല്ലാത്തവനെ, ബുദ്ധി ഇല്ലാത്തവനെ, നീ കാരണം നാണം കിട്ടില്ലടാ. ഞങ്ങളും കൂടെ ചേർന്നിട്ട് ഈ പിള്ളേരെ വിളിച്ചോണ്ട് പോയി നീയും കൂടെ അല്ലടാ നാണം കെടുത്തിയത്. അവൻ 7 ഡിഗ്രി ഉണ്ട്, അത്ര 7 ഡിഗ്രി. വിവരവും ബുദ്ധി നിന്റെ 7 അയലത്ത് പോയിട്ടുണ്ടോടാ? 1ഉം 2ഉം അല്ല, 30 ലക്ഷം രൂപയാണ് നീ കൊണ്ട് നശിപ്പിച്ചു വന്നിരിക്കുന്നത്. ലേശം വെളിവില്ലാത്തവനെ, നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുവാടാ. ഇപ്പൊ പറയല്ല ഞാൻ നോക്കിക്കോളാന്ന്. അഹങ്കാരത്തിന് ഒരു കുറവില്ല. നീ 7 ഡിഗ്രി എവിടെ പോയാലും എടുത്ത മാണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്റെ മോനെ? നിങ്ങളാണോ 30 ലക്ഷം രൂപ കൊടുത്തത്? ദേ ചന്ദ്രേ, ഇനി നീ മിണ്ടിപ്പോകരുത്. അത് പിന്നെ അവനെല്ലാം നല്ല രീതിയിലാ ചെയ്തത്. ഏതോ ഫ്രോഡ്, അവനെ ചതിച്ചതാ. അത് എന്റെ മോൻ എന്ത് ചെയ്യാനാ? അയ്യോ പിന്നെ അച്ഛൻ ക്യാഷ് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അച്ഛന് വഴക്ക് പറയാൻ പാടില്ലേ? അവൻ അച്ഛന് ക്യാഷ് എടുത്തോണ്ട് ഓടിപ്പോയില്ലേ? അതിന് ഒന്നും കുഴപ്പമില്ല, അത് ഇതുവരെ അവൻ തിരിച്ചു കൊടുത്തോ? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചോട് ചോദിച്ചു, അതാണോ ഇപ്പൊ പ്രശ്നം? അതല്ല പ്രശ്നം. പ്രശ്നമുണ്ടല്ലോ നിങ്ങൾ തന്നെ എല്ലാത്തിനും പ്രശ്നം എന്ന്. അപ്പോഴത്തേക്കും ചന്ദ്രൻ, ഞാനോ എന്താ സച്ചി പറയുന്നത്? അവൻ തെറ്റ് ചെയ്താലും നിങ്ങൾ അവനെ വിട്ടുകൊടുക്കത്തില്ല. നിങ്ങൾ അവനെ വഷളാക്കിയത്, നിങ്ങൾ കാരണം അവൻ ഇങ്ങനെ ആയത്.
ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റുമോ? ചന്ദ്ര അങ്ങോട്ടിരുന്ന് വിങ്ങുവാണ് കേട്ടോ. ഒരു കണക്ക് ശരിയാണ്, ചന്ദ്ര ഇതിനെല്ലാത്തിനും കാരണം. അങ്ങനെ സച്ചു പറഞ്ഞു, ഇവിടം കൊണ്ടൊന്നും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല, ഇനി ഇവൻ പറ്റിക്കപ്പെടും, നിങ്ങൾ ഇവന്റെ കൈ പിടിക്കുന്ന കാലത്ത് അത്രയും കാലം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു വായടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചു എടുത്ത പാടെ പറഞ്ഞു, നീ അമ്മ വായടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ദേ സച്ചി പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? എന്തെങ്കിലും തെറ്റുണ്ടോടി? ചന്ദ്രൻ നീ മിണ്ടരുത്, നീ വായടച്ചവിടെ ഇരുന്നു, നിനക്ക് അതാ നല്ലത്. ഭാഷാളത്തരം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവരെ പെറ്റിട്ട നാളായതിന് മുതൽ പറയാൻ തുടങ്ങിയതാ, അവൻ വലിയ ആളാവും, കോടീശ്വരാകും, എവറസ്റ്റോളം വളരാൻ തുടങ്ങുന്നത്. അത് കേട്ട് അവൻ വളർന്നത്. എന്നിട്ട് വലിയ ആളാവുന്ന സ്വപ്നം കണ്ടാൽ മാത്രം ഒരു അധ്വാനിക്കണം, കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ പതുക്കെ വളരത്തുള്ളൂ. അത് എക്സ്പ്രസ് ട്രെയിൻ പോലെ കുതിച്ചു പാഞ്ഞ് മുന്നിൽ എത്തണമെന്ന് വെച്ചാലേ അച്ഛാ ഇതുപോലെ വാലം തെറ്റി കീഴിൽ വന്ന് കിടക്കും, അത്ര തന്നെ. അതല്ലാതെ പിന്നെ എന്നാ സംഭവിക്കുന്നത്? ഏതായാലും ശ്രുതിക്കും ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. നമ്മുടെ ശ്രീകാന്തിന്റെ കൂടെ അടുത്തത്. ശ്രീകാന്ത് പറഞ്ഞു, നിങ്ങള് റെസ്റ്റ് ഹൗസിലൊക്കെ പോയതല്ലേ, ഫ്രോഡ് തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ കാണിച്ച് ചെക്ക് ചെയ്തായിരുന്നോ? അതൊക്കെ ചെക്ക് ചെയ്യാമായിരുന്നു, എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തില്ലേ? ചെക്ക് ചെയ്യാനല്ലേ പോയത്, പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ പോയത്? അത് പിന്നെ അവിടെ ചെന്ന് രജിസ്ട്രേഷൻ നടത്താൻ എത്ര ക്യാഷ് വേണ്ടി വരും അറിയാൻ വേണ്ടി പോയതാ. അതിനവിടെ പോകേണ്ട കാര്യം എന്താ? അതിനവിടെ പോണോ? കഷ്ടം തന്നെ, കഷ്ടം. വിവരവും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇങ്ങനെ ആയി പോയല്ലോ ഏട്ടാ. ലേശം വെളിവും ഇല്ല, ബോധവും ഇല്ല. എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പോയി ചത്തൂടെ? അപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, എന്ത് മനസ്സിലാക്കണോ ഇതിന്ന്? ഡിഗ്രി മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, വിവരവും കൂടെ വേണം. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, മതി, നിങ്ങൾക്കാർക്കും നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ, ഞാൻ ചതിക്കപ്പെട്ടു, എന്റെ പൈസ പോയി, സബ് ഡീലേഴ്സിൽ നിന്ന് ഞാൻ മേടിച്ച പൈസ ഞാൻ കൊടുക്കണം, അത് ഞാൻ ജോലി ചെയ്ത് എങ്ങനെയും കൊടുത്തോളാം എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ടാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി മിണ്ടാതിരിക്കും, ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിക്കുക, ഇങ്ങനെ മനസ്സ് തകർക്കല്ലേ, ഇത് നമ്മുടെ അവസ്ഥയൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ആകെ തകർന്ന് നിൽക്കുമോ നമ്മള്. അപ്പോഴും ഇവര് ഹേറ്റ് ചെയ്ത് ഓരോന്ന് പറഞ്ഞ് നമ്മളോട് സംസാരിക്കുക ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അങ്ങനെ സന്തോഷിക്കുന്ന ഒരാളല്ല സച്ചേട്ടൻ. വീടിന് മുന്നിൽ ഇറങ്ങിയപ്പോ തന്നെ ആ ഓർഡറിനെ കുറിച്ച് സച്ചേട്ടൻ പറഞ്ഞതാ. അപ്പൊ തന്നെ ചെന്ന് അദ്ദേഹത്തെ പിടിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ക്യാഷ് നഷ്ടപ്പെടുമായിരുന്നോ? ശ്രുതി ഒരിക്കലും നഷ്ടപ്പെടത്തില്ലായിരുന്നു. അപ്പം ഒന്നും കൂട്ടാക്കിയില്ലല്ലോ, ആരും കേട്ടില്ല. സച്ചേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തി, അതല്ലേ ഉണ്ടായത്. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ സംഭവിച്ചതെല്ലാം ഇങ്ങനെയായി തീർന്നു. എന്നിട്ട് വീണ്ടും സച്ചേട്ടനെ കുറ്റപ്പെടുത്തുക എന്ന് ചോദിച്ചു. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. മൊത്തം കയ്യിൽ നിന്ന് പോയി ശ്രുതി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിന്. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.